നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 മെയ് മാസത്തെ പൂര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. പൂര നക്ഷത്രം നമ്മൾ ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ 10ാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത്. അത് അത്ര ഒരു ഉത്തമമല്ല. പക്ഷേ ഈ മെയ് മാസം 14-ാം തീയതിക്ക് ശേഷം വ്യാഴം മിഥുനൻ രാശിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ സർവാഭിഷ്ടസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് ദൈവാധീനം പൂർണ്ണമാവും. അപ്പോൾ ദൈവാധീനം വർദ്ധിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ കർമ്മസംബന്ധമായിട്ടും ഭവന സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ യോഗമുണ്ട്. അതേപോലെ തന്നെ ആണ് ലഗ്നാൽ ധനാധിപതിയും ലാഭാധിപതിയുമായിട്ട് ബുധൻ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പം ഭാഗ്യവർദ്ധനവിന് യോഗമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ 19-ാം തീയതി ഉള്ള രാഹുവിൻ്റെ മാറ്റം കഴിയുമ്പോൾ 2ാം ഭാവശുദ്ധി വരുന്നത് കാരണം കൊണ്ട് 19-ാം തീയതിക്ക് ശേഷം ഇങ്ങോട്ട് അനുകൂലമായിരിക്കുന്ന സാമ്പത്തിക വർധനയുള്ളൊരു യോഗമൊക്കെയാണ് കാണുന്നത്. ലഗ്നത്തിൻ്റെ 12ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് കാരണം കൊണ്ട് തൊഴിലൊരു സ്ഥാനചലനത്തിന് യോഗമുണ്ട്. വീട് വിട്ട് നിന്ന് തൊഴിലെടുക്കുക, പിന്നെ വിദേശത്ത് തൊഴിലെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ളത് കൊണ്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കത് സാധിക്കും. അതുപോലെ തന്നെ ലഗ്നത്തിൻ്റെ 12 നിൽക്കുന്ന ചൊവ്വ അനാവശ്യമായിട്ട് കുറച്ച് ചിലവ് വർദ്ധിപ്പിക്കും. അപ്പോൾ ചിലവ് വർദ്ധിക്കാനുള്ളൊരു യോഗം ഉണ്ടെങ്കിലും ഈ മാസത്തിൽ വരുമാന വർധനവിനും യോഗമുണ്ട്. കർമ്മസംബന്ധമായിട്ട് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ധനം കൈവശം വരാനുള്ള യോഗമുണ്ട്. അതായത് ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുകൂലമായിരിക്കുന്ന പ്രതിഫലം കിട്ടാനുള്ള യോഗമുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ പോലും അഷ്ടമത്തിലാണ് കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ 10ാം ഭാവം കർമാധിപതിയായിരിക്കുന്ന ശുക്രൻ അഷ്ടമത്തിൽ പോയിട്ട് നിൽക്കുന്നത് രാഹുവിനോടും ശനിയോടും ചേർന്നുമാണ്. അപ്പോൾ ശുക്രന് മന്ദയോഗം എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളത് കാരണം കൊണ്ടും രാഹുകേതുക്കളുടെ ഒരു ബന്ധനാവസ്ഥ ഉള്ളത് കണ്ടും 19-ാം തീയതി വരെയുള്ള സമയത്ത് ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ, ഭൗതികമായിട്ട് ആഗ്രഹിക്കുന്ന സുഖങ്ങൾക്ക് തടസ്സം വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു യോഗമാണ്. പക്ഷേ 19-ാം തീയതിക്ക് ശേഷം രാഹുകേതുക്കളുടെ ഒരു മാറ്റം വരുമ്പോൾ കുറേ സാമ്പത്തിക പ്രതിസന്ധിക്കൊക്കെ പരിഹാരം വരികയും 7ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ കുറേശ്ശെയൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. എന്തായാലും പൂർണ്ണമായിട്ടുള്ളൊരു അനുകൂലാവസ്ഥ വരില്ല. ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് ഗുണം തന്നെയാണ്. കാരണം കണ്ടകശനിയുടെ ദോഷം ഉണ്ടായിരുന്നു ഇത്രയും നാളും. അപ്പോൾ ആ ശനിദോഷമൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും അഷ്ടമശനിയാണ്. ഇടയ്ക്കിടയ്ക്ക് ശാരീരികമായിട്ടുള്ള ചെറിയ അസ്വസ്ഥതകളും രോഗാവസ്ഥ കാര്യങ്ങളൊക്കെ വരുമെങ്കിലും ദീർഘായുസിനെയാണ് കൊടുക്കുന്നത്. എന്തായാലും ശനി അഷ്ടമത്തിലായത് കാരണം കൊണ്ട് അഷ്ടമശനിക്ക് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്ര നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അതേപോലെ തന്നെ ശുക്രൻ അനിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. ദേവീക്ഷേത്ര പുഷ്പാഞ്ജലി നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കണം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധക്കുറവ് പോലെയുള്ള വിഷയങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ആകർഷണം വർദ്ധിക്കാൻ യോഗമുള്ളൊരു സമയമായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ദൈവാധീനം വർദ്ധിച്ചതുകൊണ്ടും കണ്ടകശനി മാറിയതുകൊണ്ടും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.